ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഒരു പ്രൊഡക്റ്റീവ് ഡേൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇത് തലേദിവസത്തെ ദോശമാവാണ്. അതായത് തലേദിവസം ഇഡ്ഡലിക്ക് അരച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് അടുത്ത ദിവസം ദോശയും കൂടി ആക്കും. അങ്ങനെ 2 ദിവസത്തിന് ഒരുമിച്ചാട്ടോ അരക്കൽ. അപ്പോൾ ഇന്നത്തെ മാവ് രാവിലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കുക, തണുപ്പൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും വർക്കിംഗ് ഡേയ്സിലാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ആദ്യം ഇന്ന് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസാണ് കേട്ടോ. ദോശ ആകുമ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ ആണെങ്കിൽ ലഞ്ച് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അതും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോസ് ബ്രാൻഡ് റൈസാണ് കേട്ടോ. റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോൻ്റെ പാക്കറ്റാണ്. പക്ഷേ ഞാൻ ഇതിൽ 4 കപ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അരിയൊന്നും എടുത്തിട്ട് കഴുകി വെക്കാം, കുതിർത്തിരിക്കണമൊന്നുമില്ല. നെയ്ച്ചോറാക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. നെയ്ച്ചോറാക്കി വെച്ചിട്ടും അതല്ലെങ്കിൽ വെറുതെ അരി വെള്ളത്തിലിട്ട് വേവിച്ച് ഊറ്റിയെടുത്തിട്ടും അങ്ങനെയും ചെയ്യലുണ്ട്. അപ്പോൾ നെയ്ച്ചോറാക്കി വെക്കുമ്പോൾ ഒന്നും കൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തെർമൽ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. അതാവുമ്പോൾ നമുക്ക് ടൈമും ഭയങ്കര സേവിങ് ആണ്, അതുപോലെ തന്നെ എനർജിയും സേവിങ് ആണ്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള കണക്കിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. അത് ആ പാക്കറ്റും അങ്ങനെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നോർമലായിട്ടുള്ള ബിരിയാണി റൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 1.5 കപ്പാണ് കേട്ടോ എടുക്കൽ. അപ്പോൾ ആ വെള്ളം ഉപ്പിട്ടിട്ട് അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഒന്ന് സെപ്പറേറ്റ് പൊട്ടിച്ചിട്ട് ഇതിൽ കൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു സവാളയും കൂടിയും കട്ട് ചെയ്തിട്ട് അതും കൂടി വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ സവാള ചേർക്കണില്ല. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അരിയൊക്കെ ഇവിടെ നല്ലോണം കഴുകി ഞാൻ വെള്ളമൊക്കെ വാർന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് മാത്രം തിളപ്പിച്ചിട്ട് നമുക്ക് തെർമൽ കുക്കർക്ക് എടുത്തു വെക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നേരെ തെർമൽ കുക്കർക്ക് എടുത്ത് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നെയ്ച്ചോറ് റെഡിയായി. ഈ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി വെക്കാം. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഏകദേശം 1 കിലോ ചിക്കൻ ഞാൻ തലേ ദിവസം രാത്രി തന്നെ നല്ലോണം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണിയിൽ നമ്മൾ ഉള്ളി, തക്കാളി ഇതൊന്നും വഴറ്റിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒരു 2 വലിയ സവാള, 2 മീഡിയം സൈസ് തക്കാളി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, പിന്നെ 1/2 കപ്പ് തൈര്, ഒരു ചെറുനാരങ്ങൻ്റെ പകുതി അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പും 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് തലേന്ന് രാത്രി തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നേരെ കുക്ക് ചെയ്താൽ മതി കേട്ടോ. വേറെ വയറ്റിലും പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് ബിരിയാണി ദം ചെയ്യാൻ പോണത്. അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ട് വേവിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെറിയൊരു പാത്രത്തിൽ വേവിച്ചിട്ട് ഒരുമിച്ച് ദം ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതവിടെ സൈഡിലിരുന്നിട്ട് വെന്തോളും. നമ്മളിതിലേക്ക് വേറൊന്നും ചേർക്കണില്ല കേട്ടോ. മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഉപ്പും. ഈ പാനിൻ്റെ മൂടി പൊട്ടിപ്പോയിട്ടാ, ഗ്ലാസിൻ്റെ ലിഡായിരുന്നു, അത് പൊട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴയൊരു ചെമ്പിൻ്റെ മൂടിയൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം. ആ മസാല റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ദമ്മിട്ട് നമ്മൾ ബിരിയാണിൻ്റെ പണി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിലേക്ക് സൈഡായിട്ടൊരു അടിപൊളി ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ചട്നിക്ക് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽക്കൊരു 2 പിടി നിലക്കടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്ത കടലയാണ് ചേർക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു പിടി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയത് സവാള. എന്തൊന്നും ഇങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഓരോന്ന് ചേർക്കുക, ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക, അത്ര മതി. പിന്നെ സവാള ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സവാളയാണ് ഇപ്പോൾ ഇങ്ങനെ ചേർത്തത്. പിന്നെ ബാക്കി ഇതിലേക്ക് ശരിക്കും സവാളയും തക്കാളിയും കൂടിയാണ് വേണ്ടിയത്. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് തലേദിവസം രാത്രി തന്നെ ചോപ്പ് ചെയ്തപ്പോൾ ഈ ചട്നിക്കും കൂടി വിചാരിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിതിലേക്ക് വേണ്ടിയത് 2 മീഡിയം സൈസിലുള്ള സവാളയും 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. റഫായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു റെഡ് കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു 3 മുളക് കൊണ്ട് തന്നെ എരിവ് കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ചേർക്കണില്ല. കളറ് കുറച്ച് കുറഞ്ഞാലും എരിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ചട്നി തന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട്. കടല ചേർക്കാതെ നമ്മളിങ്ങനെ തക്കാളിയും വെളുത്തുള്ളിയും സവാളയും എന്താ പറയുക വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് ചട്നി ഉണ്ടാക്കൂലേ. അപ്പോൾ അതിൽക്കൊരു വെറൈറ്റിക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് നല്ല കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. അതൊന്നും ചൂട് പോയതിന് ശേഷം വേണം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഗ്യാപ്പിൽ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. പിന്നല്ലേ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അതിൽ മുട്ടയും കൂടിയും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എഗ് ബിരിയാണി അല്ല, ചിക്കൻ ബിരിയാണി തന്നെയാണ്. പക്ഷെ എന്നാൽ ചിക്കൻ ബിരിയാണിയിൽ മുട്ട പുഴുങ്ങിയത് ഉണ്ടാവില്ലേ. നമുക്ക് എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ അങ്ങനെ മുട്ട പുഴുങ്ങിയത് ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീട്ടിലിടക്ക് ഉണ്ടാക്കുമ്പോൾ ഇടലുണ്ട് കേട്ടോ. ഒരു ഓവർനൈറ്റ് ഈ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഗരം മസാല, തൈര്, പിന്നെ എന്താ പറയുക മല്ലിൻ്റെയും പുതിനയിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തലേദിവസം രാത്രി ചിക്കൻ മിക്സാക്കി വെച്ചപ്പോൾ. അത് ഞാൻ പറയാൻ മറന്നാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ മിക്സാക്കി വെച്ചുകൊണ്ട് തന്നെ ആ ചിക്കനിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അത് കുക്കായി തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു സ്പെഷ്യൽ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു വെള്ളം ഇതിലിങ്ങനെ വന്നിട്ട് കൂടുതലായിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ബിരിയാണിക്ക് സാധാ ബിരിയാണി മസാലയൊക്കെ നമ്മളാക്കൂലേ അതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി മതി ദം ചെയ്യാം. അപ്പോൾ ദം ചെയ്യാൻ നേരത്ത് ഞാനില്ലേ ഈ ചോറെടുത്ത് നോക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ കട്ട പിടിച്ചിട്ടാണ് ചോറ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി തെർമൽ കുക്കറിൽ. അപ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് എന്താ പറയുക റൈസ് ഓരോന്നിങ്ങനെ വിട്ട് വിട്ട് വരുന്ന പാകത്തിൽ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് സമയം അരമണിക്കൂറിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് എൻ്റെ ഉള്ളിൽ ഇരുന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും വേവ് അധികമായിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ ദം ചെയ്യാം. ചോറ് പകുതിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ദം ചെയ്യണത്. 2 ലെയറായിട്ട്. ഇപ്പോൾ ഒരു ലെയർ ചോറിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് മലയിലയും പുതിനൻ്റെ ഇലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഗരം മസാല ഇതിൻ്റെ മേലെ ഒന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതും ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യലുണ്ട്. പക്ഷേ ഞാനിതിപ്പോൾ ക്വിക്കായിട്ട് ഉണ്ടാക്കുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. അതില്ലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ 2 ലെയറായിട്ട് ചോറൊക്കെ ഇങ്ങനെ ലെയർ ചെയ്തതിന് ശേഷം മൂടിയൊക്കെ വെച്ചിട്ട് നമുക്കിതിൻ്റെ മേലെ ഞാനൊരു വെയിറ്റും വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ മൂടി അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നല്ലോണം എയർ ടൈറ്റ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് സിമ്മിൽ അവിടെ കിടക്കട്ടെ. നമ്മൾ സ്പെഷ്യൽ ചട്നിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ആ
ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നല്ലേ, അത് അരച്ചെടുത്തപ്പോൾ അതിൽക്കൊരു അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്തിരുന്നു കേട്ടോ. നമ്മൾ നോർമലി ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ചട്നി ഉണ്ടാക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിക്കലില്ല, കുറച്ച് തിക്കായിട്ട് തന്നെ ഈ ഒരു തിക്നെസ്സിൽ എന്നാലും കിട്ടും. പക്ഷേ ഇതിപ്പോൾ കടലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല തിക്കായി പോകും. അപ്പോൾ നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടി അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ ശരിക്കും ഈ ചട്നി വേണ്ടത്, ഈ ഒരു തിക്നെസ്സിൽ തന്നെ. പിന്നെ ഇതിലേക്ക് കടുകും കറിവേപ്പിൻ്റെയും വറ്റൽമുളകും കൂടിയും താളിച്ചൊഴിക്കുക, വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കുക. അതോടുകൂടി നമ്മൾ ചട്നി റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ദോശക്കും ഇഡ്ഡലിക്കും പിന്നെ എന്താ പറയുക, നമ്മൾ ഈ വടകളൊക്കെ ഉണ്ടാക്കൂലേ അതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചട്നി. നമ്മൾ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്ത് നോക്കും അല്ലേ. എത്ര സിമ്പിളാണെന്നുണ്ടെങ്കിലും ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ പരന്നുകൊണ്ട് തന്നെ ഇരിക്കും. സിങ്ക് ഇങ്ങനെ ഫുള്ളായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് അത് ഒന്ന് കാലിയാക്കി കൊടുക്കണം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേന് അസയും സായറാക്കിയൊക്കെ കിച്ചണിലെത്തി തുടങ്ങും. അപ്പോൾ ഓരോരുത്തർക്ക് ആ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ദോശ ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുക കഴിക്കുക. അങ്ങനെ ചെയ്യൽ ചൂടോട് കൂടിയിട്ട് തന്നെ വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ കഞ്ഞിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മക്കൾ ആദ്യം അനാമും സ്കൂളിൽ പോകുമ്പോൾ കഞ്ഞി കുടിച്ചിട്ടാണ് പോലെ. അപ്പോൾ ഓർക്ക് രണ്ടാക്കും നമ്മൾ ഇപ്പോൾ ഇന്ന് ബിരിയാണിയൊക്കെ അങ്ങനെ സ്പെഷ്യൽ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കഞ്ഞി ഉണ്ടാക്കും. ദോശയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അസക്കൊക്കെ വേണ്ടിയത്. പക്ഷേ രാവിലെ അങ്ങനെ വല്ലാതെ ക്രിസ്പി ആക്കാനുള്ള സമയമൊന്നും കിട്ടലില്ല. ശരിക്കും എല്ലാവരും ദോശ തിരിച്ചിടലില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഞാനിതൊന്ന് നല്ലോണം ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചിടലുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കും. അല്ലാതെ നമുക്ക് ആ രാവിലത്തെ നേരത്തെ ചെറിയ തീയിൽ ഇങ്ങനെ വെച്ച് ക്രിസ്പിയാക്കി എടുക്കാനുള്ള സമയമൊന്നും കിട്ടൂലല്ലോ. പിന്നെ മാത്രമല്ല, ഒരു ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ അടുത്ത ദോശ ആക്കി വരുമ്പോഴത്തേന് എന്താ പറയുക, അപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കും ഓരോന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് മസാല ദോശയാണ് കേട്ടോ ഇഷ്ടം. പൊട്ടറ്റോ മസാലയാണ് ഞാൻ അധികം ദോശ ആകുമ്പോൾ ഉണ്ടാക്കൽ. തലേ ദിവസത്തെ സാമ്പാറും ബാക്കി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആക്കൽ. പക്ഷേ എന്താ പറയുക, ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ അപ്പം തന്നെ തീർന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ചട്നിയിൽ പരീക്ഷണം നടത്തിയതാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഈ കടല ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാനും ഇവർ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഇവരെ കൂടെ തന്നെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. കാരണം ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം അനാമിനെ എണീപ്പിക്കാൻ. പിന്നെ നമുക്ക് തിരക്കായിരിക്കും. 9 മണിയാവാതെ നമ്മൾ ഫ്രീ ആവില്ല. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വരെ 3 ലഞ്ച് ബോക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം എൻ്റെ ഇടയിൽ മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ സായറാക്കും അസീം പോവുകയാണ് കേട്ടോ. ഓളെ സ്കൂളിലാക്കിയിട്ടാണ് സായറാക്ക പോവുക. അപ്പോൾ തന്നെ ഇത് അനാമണിയിട്ട് വന്നിട്ടുണ്ട്. അനാമണിയിട്ട് പിന്നെ ഓൾക്ക് കളിച്ച് കാണാനൊന്നും സമയം ഉണ്ടാവില്ല. ഓളെ ജസ്റ്റ് ബ്രഷ് ചെയ്യിപ്പിക്കലെല്ലാം കഴിഞ്ഞാൽ പിന്നെ നേരെ കഞ്ഞി കൊടുക്കുക, കുളിപ്പിക്കുക, യൂണിഫോം മാറ്റുക, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ആ ഒരു ഗ്യാപ്പേ കൊടുക്കലുള്ളൂ. ചിലപ്പോൾ നേരത്തെ എണീറ്റ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു മുട്ടി തിരിച്ചില്ലായിരിക്കും വന്നത്. കാരണം അവൾക്ക് ഓരോ ആവശ്യത്തിനും നമ്മൾ വേണ്ടി വരും. അപ്പോൾ യൂണിഫോമൊക്കെ മാറ്റി റെഡി ആയപ്പോൾ തന്നെ സ്കൂൾ ബസ്സും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ പോയതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി ഒരു 9:30 ആകുമ്പോഴത്തേന് ഞാനിവിടെ എത്തും കേട്ടോ. ഇനി കുറച്ച് സമയം എൻ്റെ ഒരു റിലാക്സേഷൻ ടൈമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 6 മണിക്ക് എണീറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നത് പോലും നമ്മളൊരു റിലാക്സ് ചെയ്തിട്ടല്ല. ഈ ഒരു സമയമാണ് കേട്ടോ. ഞാൻ കുറച്ച് സമയം ബുക്കൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കും ഈ ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീനിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ തുടങ്ങുള്ളൂ. ഇന്നാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ വീക്ക്ലി ഒരു ദിവസമായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യൽ. പക്ഷേ പിന്നെ ഞാനിങ്ങനെ കണ്ടു നമ്മൾ 5 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കണമെന്ന്. കാരണം ബെഡ്ഷീറ്റിലാണ് നമ്മൾ രാത്രി മുതൽ രാവിലെ വരെ കിടക്കുന്നല്ലേ. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ കൂടുതൽ ഡെഡ് സെൽസും എല്ലാം കൂടി ആയിട്ട് ബെഡ്ഷീറ്റിൽ ഫുള്ള് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാക്സിമം നമ്മൾ 5 ദിവസമേ ഒരു ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എണ്ണി വെക്കും. 5-ാം ദിവസം ബെഡ്ഷീറ്റ് എല്ലാം കുട്ടികളുടെ റൂമിലാണെങ്കിലും നമ്മളെ റൂമിലാണെങ്കിലും ഒക്കെ ബെഡ്ഷീറ്റ് എല്ലാം ചേഞ്ച് ആക്കും കേട്ടോ. ബെഡ് കവർ ഇട്ടിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ബെഡ് കവർ ഇട്ടിട്ടുണ്ട്.
അത് നല്ല ക്ലോത്ത് ഫിനിഷിങ്ങിലുള്ളതാണ് കേട്ടോ. നമുക്കൊരു ബെഡ് കവർ ഇട്ട ഫീലൊന്നും തോന്നില്ല. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ബെഡ് കവർ. അപ്പോൾ അത് ഞാൻ എപ്പോഴും മാറ്റമൊന്നുമില്ല. അത് ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ചേഞ്ച് ആക്കലുള്ളൂ കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സിലുള്ള ബെഡ്ഷീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അതേപോലെ തന്നെ ഫിറ്റഡ് ഷീറ്റുകളാണ് കേട്ടോ എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇത് പക്ഷേ നോർമൽ ഷീറ്റാണ്. അപ്പോൾ ഞാനിതിങ്ങനെ സൈഡിൽ ബെഡിൻ്റെ പാകത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കും. അങ്ങനെ കെട്ടിയിട്ടിടുമ്പോൾ നമ്മൾ ഫിറ്റഡ് ഷീറ്റ് ഇട്ട പോലെ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് പിന്നെ അത് അടുത്ത ദിവസം നമ്മൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാനൊക്കെ സൈഡിലൊക്കെ ഒന്ന് പിടിച്ച് ടൈറ്റ് ചെയ്താൽ മതിയാവും. എളുപ്പമാണ് കേട്ടോ. എനിക്കിങ്ങനെ ചുളിവൊന്നുമില്ലാതെ നല്ല ടൈറ്റായിട്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ ബെഡുമ്മ കവർ ചെയ്ത് കാണാനാണ് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ പഴയ ബെഡ്ഷീറ്റാണ് കേട്ടോ. ഞാൻ ഷാർജയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. നാട്ടിൽ വന്നിട്ട് ബെഡ്ഷീറ്റൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ലാ നമ്മളെ പുതിയ വീട്ടിലേക്ക് ബെഡ്ഷീറ്റൊക്കെ വാങ്ങണം. ഞാനിപ്പോൾ തന്നെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കി ഓരോന്ന് എനിക്ക് ഇഷ്ടമായതൊക്കെ ഇങ്ങനെ കാർട്ടിലിട്ട് വെക്കും കേട്ടോ. ഇൻഷാല്ലാ ഓരോന്നായിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ വാങ്ങി തുടങ്ങണം. അപ്പോൾ എന്തൊക്കെയാണ് കളർ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഫിക്സ് ആയതിനു ശേഷം വേണം അതിനനുസരിച്ച് ബെഡ്ഷീറ്റൊക്കെ വാങ്ങാനെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ റൂമൊക്കെ ഇപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ക്ലീനാക്കി ഒന്ന് നീറ്റാക്കി വിരിച്ചാൽ തന്നെ റൂമിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് തന്നെ അങ്ങോട്ട് മാറുമല്ലേ. എനിക്ക് റൂമിൽ അധികം വെളിച്ചം ഉണ്ടാവണമൊന്നും ഇഷ്ടമല്ല കേട്ടോ. ബെഡ്റൂമിൽ ഡേ ടൈമിലാണെങ്കിലും നമ്മൾ ബെഡ്റൂമിൽ അധികം കിടക്കാനൊക്കെ തന്നെയല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ അധികം വെളിച്ചം ഉണ്ടാവണമൊന്നും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ അടുത്ത പരിപാടികൾ കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്ത് പോരും. അവിടെ മക്കളുടെ റൂമും ഇതാ ബെഡ്ഷീറ്റെല്ലാം മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കാര്യമായിട്ടൊരു പണിയുണ്ട് കേട്ടോ. ഞാൻ അഡേനിയം പ്രൂൺ ചെയ്യണമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 അഡേനിയത്തിൻ്റെ പ്ലാന്റ് ബാൽക്കണിയിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഞാനത് അങ്ങനെ മൈൻഡാക്കലൊന്നും ഇല്ലേനു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇതിമ ഫംഗസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു റൂട്ടൊക്കെ കണ്ടോ, ഇങ്ങനെ ഞെങ്ങിക്കൊണ്ടിരിക്കുകയാണ് പഴുത്ത പോലെ. അതിന് നല്ലൊരു ഫംഗസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫംഗിസൈഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാനില്ലേ അഡേനിയം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതാകുമ്പോൾ നമുക്ക് അധികം മെയിൻ്റനൻസ് ഇല്ലാതെ നല്ല രീതിയിൽ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും ചെയ്യും. പിന്നെ ബോൺസായി ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അത് കാണാനല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് 2 പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പുതിയ വീട്ടിൽ ഇത് വെക്കാനുള്ളൊരു സ്പേസൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലിങ്ങനെ കയറിയപ്പോൾ തൊട്ടാണ് കേട്ടോ ഇതിൻ്റെ താഴേക്കൊന്ന് പോയി നോക്കണത്. അപ്പോൾ ഇതിൻ്റെ റൂട്ടിനൊക്കെ കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കുകയാണ്. ഒരു പരീക്ഷണമാണ് കേട്ടോ. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതേപോലെ ഈ ബോൺസായി ആക്കി സെറ്റ് ചെയ്യുന്ന അഡേനിയത്തിൻ്റെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഫംഗസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ റിക്കവർ ആക്കാൻ പറ്റും എന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണേ. ആദ്യം ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അത്. ഞാനിതിൽ പോട്ടിംഗ് മിക്സ് ആക്കിയിട്ട് ചകിരിച്ചോറായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചകിരിച്ചോറാകുമ്പോൾ നല്ലോണം വെള്ളം പിടിച്ച് നിൽക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ ഞാൻ ബാൽക്കണി ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളം നിന്നിട്ടാണ് അത്ര ഇതിൽ ഫംഗസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ റെയറായിട്ട് ഇത് നനക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽക്കൂടെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ പോട്ടിംഗ് മിക്സ് ആയിട്ട് ചകിരിച്ചോറ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, കൂടുതൽ കാലം കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഫംഗസ് വരും. അപ്പോൾ ആദ്യം ഇതൊന്ന് പ്രൂൺ ചെയ്യുക. അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം താഴ്ത്തി തന്നെ കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കണ്ട് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ട് മാർക്ക് അതിനെ മുറിയായ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഫംഗസ് വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. എന്നാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊക്കെ ഒന്ന് ചെത്തിക്കളയാം. നല്ല ഷാർപ്പായിട്ടുള്ള കത്തി വേണം ഉപയോഗിക്കാൻ. പിന്നെ അതേപോലെ തന്നെ ഈ കത്തി നല്ല ചൂടുവെള്ളത്തിലൊക്കെ മുക്കി സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള കത്തി വേണം കേട്ടോ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുകൊണ്ടും നമുക്ക് ഇതിന്മേൽ ഫംഗസ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്താൽ മതി. എനിക്ക് പക്ഷേ ബ്ലേഡ് പിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. 2 സൈഡിലും ആകുമ്പോൾ കൈമ തട്ടുന്നത്. അപ്പോൾ കണ്ടോ, ഞാൻ കട്ട് ചെയ്ത് നോക്കിയിട്ടും ഉള്ളിലേക്കൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ അമർത്തി നോക്കിയാൽ മതി. അതിങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ ഞെങ്ങിപ്പോകുന്ന ഇതിലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയണം. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് നല്ല വണ്ണുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് ഭയങ്കര ഫ്ലഷ് ആയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ. ഇത്രയായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മറ്റേ പ്ലാന്റിന് വലിയൊരു കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് എന്തായാലും റിക്കവർ ആക്കാൻ പറ്റും. പക്ഷേ അതിന്മേൽ ലീഫൊന്നും നിൽക്കണില്ല, ഇലയൊന്നും വരുന്നില്ല കേട്ടോ. അതിന്മേൽ എന്തോ ഒരു പ്രശ്നം അതിനും പറ്റിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഇഷ്യൂ തന്നെ ആയിരിക്കും. അപ്പോൾ നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ലോണം ഒന്ന്
തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ വേരുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫംഗി പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ സാഫ് എന്നാണ് ഇതിൻ്റെ പേര്. പല പേരിലും ഫംഗി പൗഡർ അവൈലബിൾ ആണ്. നമ്മൾ ഈ ചെടികളൊക്കെ വിൽക്കുന്ന ഷോപ്പില്ലേ, നഴ്സറികൾ, അവിടെ നമുക്ക് ഈ ഒരു പൗഡർ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ വാങ്ങിയത്. എന്നാൽ തന്നെ ഇതിൻ്റെ തന്നെ ആവശ്യമില്ല, എനിക്ക് 2 പ്ലാന്റല്ലേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എവിടെയൊക്കെ കട്ട് ചെയ്തോ ഈ കട്ട് മാർക്ക് വന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മെഴുക് ഉരുക്കിയിട്ടായിരുന്നു നമ്മൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൂടെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഴുക് ഉരുക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഫംഗി പൗഡർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അവിടെ ഇങ്ങനെ സീൽ ചെയ്ത പോലെ തന്നെ ഡ്രൈ ആയി വരുമ്പോൾ അതങ്ങനെ സീലായിട്ട് തന്നെ നിൽക്കും കേട്ടോ. വെള്ളം ഇറങ്ങില്ല, പിന്നെ ഫംഗസ് ഇഷ്യൂസും ഒക്കെ പോകും. വേരിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ നമ്മൾ വേരൊക്കെ കുറച്ച് കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയില്ലേ, ഇതിങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് കയറിങ്ങനെ കെട്ടിത്തൂക്കണം. ഇതിൻ്റെ വേര് ഭാഗം മേലക്കും ആ ഒരു സ്റ്റെമ്മ് താഴേക്കും ആകുന്ന രീതിയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പ്ലാന്റ് ഇതാണ്. എനിക്ക് കുറച്ചും കൂടി ഡൗട്ടുള്ളത്. കൂട്ടത്തിൽ നല്ലത് ഇതായിരുന്നു കേട്ടോ. ആദ്യം നല്ല വലിയതായിട്ട് ഈ ബൾബ് നല്ല വലുതായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ആയിരുന്നു. നമ്മളെ പുതിയ വീട്ടിൽ കുറേ മുറ്റമൊന്നുമില്ല കേട്ടോ, ചെറിയ മുറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊന്നും വെക്കാനൊന്നും പറ്റില്ല. പിന്നെ മാത്രമല്ല, ഞാനങ്ങനെ മുറ്റത്ത് കുറേ ചെടി വെക്കുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എനിക്കില്ല കേട്ടോ. ഞാൻ മുറ്റം വേറൊരു രീതിയിലാണ് എൻ്റെ മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല. പക്ഷേ എന്നാലും കുറച്ചൊക്കെ ചെടികൾ വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു മെയിനായിട്ടുള്ളൊരു ഐറ്റം ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ അത് കെട്ടിത്തൂക്കി ഒരു 10 ദിവസം അങ്ങനെ കെട്ടിത്തൂക്കി ഇടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനിയിപ്പോൾ ചട്ടിയിലൊക്കെ റെഡിയാക്കേണ്ടുള്ളൂ. ഈ ചട്ടിയിലാണെങ്കിലും നിറയെ ഉറുമ്പും വന്നിട്ടുണ്ട് കേട്ടോ. ഈ മണ്ണുള്ളതുകൊണ്ടായിരിക്കും എപ്പോഴും ഇങ്ങനെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായില്ല. അപ്പം ഞാൻ ഇതിനൊക്കെ ഒരു മാർഗ്ഗം കാണണം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ഇവിടെയൊക്കെ. അപ്പോൾ ചെടിയൊക്കെ നമ്മൾ 2 പ്ലാന്റും ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സൺലൈറ്റ് കിട്ടും വേണം, എന്നാൽ വെയിൽ തട്ടാനും പാടില്ല. അതായത് തണലിൽ വേണം കെട്ടി തൂക്കാൻ. ഞാനിപ്പോൾ നമ്മളെ തുണികളൊക്കെ തുരടും ടെറസുമ്മലാണ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഞാൻ കെട്ടി തൂക്കിയിടുന്നത്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഒരു മെയിനായിട്ടുള്ള പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം സമയം ഒരു 12 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് എൻ്റെ വർക്കൗട്ടിൻ്റെ ടൈമാണ്. അപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ടൊരു പ്രീ വർക്കൗട്ട് മീൽ കഴിക്കുന്നത് നല്ലതാണെന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലുമൊക്കെ കുടിച്ച് ഒന്ന് റീചാർജ് ആയതിനു ശേഷമാണ് കേട്ടോ വർക്കൗട്ടൊക്കെ ചെയ്യൽ. ഞാൻ ഈ ഒരു സമയമാണ് കേട്ടോ വർക്കൗട്ട് ചെയ്യാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യും, എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉള്ള ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ അവരൊക്കെ ചോദിക്കും നട്ടുച്ചക്കാണോ വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ ഉച്ചയാവും, ചിലപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ തന്നെ ഫ്രീ ആവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണോ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്, നമ്മൾ റൂട്ടീൻ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഫ്രീ ആയിട്ട് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ മെൻ്റലി നല്ല ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഒരു സമയത്ത് നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറ്റുന്ന ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഇതിലൊക്കെ ഒരു പ്ലഷർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വർക്കൗട്ടും കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 1:30 ആയപ്പോഴാണ് കേട്ടോ ഇന്ന് ലഞ്ച് കഴിക്കാൻ വന്നത്. ഇന്നൊന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്നും 1:30 ലഞ്ച് കഴിക്കാൻ വരലില്ല. എൻ്റെ വർക്കിൻ്റെ ഇതനുസരിച്ച് ഇപ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഉണ്ടാവും, എഡിറ്റ് ചെയ്യുന്ന ദിവസം ഉണ്ടാവും, അപ്ലോഡ് ചെയ്യുന്ന ദിവസം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ അനുസരിച്ചും പിന്നെ വേറെയും കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടെംപ്റ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പൊതുവേ നമ്മളെ മലപ്പുറത്തുള്ള ആൾക്കാർ മഞ്ഞ കളറിലുള്ള ബിരിയാണി ആയിരിക്കും ഉണ്ടാക്കുക. ഇത് കോഴിക്കോടൻ സ്റ്റൈലാണ് കേട്ടോ. പിന്നെ ഈ ബിരിയാണി ഒരു ഹെവി മീലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം ക്രേവിങ്സ് ഉള്ള ആൾക്കാരുണ്ടാവും അല്ലേ. എനിക്ക് മധുരം ഇഷ്ടമാണ്, പക്ഷേ അത് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇന്നില്ലേ എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചൂടുള്ള എന്തെങ്കിലും കുടിക്കാനായിരുന്നു ഒരാഗ്രഹം തോന്നിയത്. പൊതുവേ അങ്ങനെ ചായ അങ്ങനെ എപ്പോഴും ഒന്നും കുടിക്കലില്ല. അപ്പോൾ ഞാൻ ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
ചില ദിവസം വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും അല്ലേ, ഇന്നൊരു കാര്യം നടന്നില്ലല്ലോ, ഇന്നത്തെ ദിവസം തന്നെ വേസ്റ്റ് ആയല്ലോ, അങ്ങനെയൊക്കെ തോന്നൂലേ. എന്നാൽ ചില ദിവസങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ എന്നും രാവിലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ 1 by 1 ആയിട്ട് എഴുതി വെക്കുക. അത് ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും എല്ലാം അതിൽ എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഇങ്ങനെ ഓരോന്നും അതിൽ എഴുതി വെക്കുക. അപ്പോൾ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റ് പോവുക. അപ്പോൾ ലാസ്റ്റിൽ നമ്മളത് നോക്കുമ്പോൾ ഒരു 90% നമ്മൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടോ. ഞാൻ ഏതായാലും ഇന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പം തന്നെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.